I think this is the most significant financial crisis in the post-war period. There are fears the sell-off will continue on Wall Street. Soaring gas prices, falling home prices, and rising unemployment. What kind of recipe is that? Overall, that's a recipe for a recession. 2008 was a bad dream. It was a bloody year on Wall Street and a real capitulation for a system run amok. 2007-2008 ഫിനാൻഷ്യൽ ക്രൈസിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? അപ്പോൾ US-ലെ 4th ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ലഹ്മാൻ ബ്രദേഴ്സ് കൊളാപ്സ് ആയതും അവർ ബാങ്ക്രപ്സി ഫയൽ ചെയ്തതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ബാങ്കായ ക്രെഡിറ്റ് സ്വിസ് അതുപോലെ ഡോയേഷ് ബാങ്കൊക്കെ ഇപ്പം സെയിം പൊസിഷനാണ് നിൽക്കുന്നത്. അപ്പം ക്രെഡിറ്റ് സ്വിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഫേം ആണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബാങ്കും കൂടിയാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്വിസ് സ്വിറ്റ്സർലാൻഡിലെ 6 സ്വിസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് അമേരിക്കയിലും ലിസ്റ്റഡ് ആണ്. ഇനി ഡോയേഷ് ബാങ്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ജർമ്മനിയിലെ ലാർജസ്റ്റ് ബാങ്കാണ്. അപ്പോൾ അവർക്ക് ലോകം മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ സർവീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോയേഷ് ബാങ്ക് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ US-ലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റഡ് ആണ്. അപ്പം ഈ 2 യൂറോപ്യൻ ബാങ്കിങ് ജയൻസും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം മോണിറ്റർ ചെയ്യുന്ന ഇന്റർനാഷണൽ ബോഡിയാണ്. അപ്പം ഈ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫെയിലിയർ ഒക്കെ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. സോ അതുകൊണ്ട് തന്നെ ബാങ്ക്സ് ഒക്കെ ഫെയിലിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അത് ആ ഒരു ഫെയിലിയറിൻ്റെ ഇമ്പാക്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് ലിമിറ്റ് ചെയ്യുമെങ്കിലും ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബിഗ് ടു ഫെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്രെഡിറ്റ് സ്വിസ് കറന്റ് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.23x-ലാണ്. ഇപ്പോൾ ഡോയേഷ് ബാങ്ക് 0.3x-ലാണ്. സോ അത് നമ്മൾ ബാങ്കിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രെസ്ഫുൾ വാല്യൂഷൻ തന്നെയാണ്, എസ്പെഷ്യലി നമ്മൾ യൂറോപ്യൻ ബാങ്കിന്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ, അതായത് PB റേഷ്യോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇന്നൊരു കമ്പനി ലിക്വിഡേറ്റ് ആവാൻ പോവാണ്. സോ കമ്പനി അവരുടെ എല്ലാ അസറ്റ്സും സെല്ല് ചെയ്യുവാണ്, അതുപോലെ തന്നെ എല്ലാ ലയബിലിറ്റീസും പേ ചെയ്യുവാണ്. എന്നിട്ട് അവരുടെ അടുത്ത് റിമൈനിങ് ഉള്ള വാല്യൂവിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ ഒരു വാല്യൂവിനെ നമ്മൾ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ നമുക്ക് ലഭിക്കും. ഇനി പ്രൈസ് ടു ബുക്ക് റേഷ്യോ കിട്ടാൻ, അതായത് നമ്മുടെ PB റേഷ്യോ കിട്ടാൻ നമ്മൾ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ബുക്ക് വാല്യൂ പെർ ഷെയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ PB റേഷ്യോ നമുക്ക് പറഞ്ഞു തരും, അതായത് ബുക്ക് വാല്യൂവിനേക്കാളും എത്രത്തോളം കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് അല്ലെങ്കിൽ എത്രത്തോളം കുറവാണ് എന്നുള്ളത്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാല്യൂഷൻ മെട്രിക് തന്നെയാണ്, എസ്പെഷ്യലി നമ്മുടെ ബാങ്ക്സ് അതുപോലെ തന്നെ NBFCസിൻ്റെ കേസിലൊക്കെ. അപ്പോൾ കൂടുതലും അനലിസ്റ്റ് PB റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര നന്നായിട്ടാണ് ഈ ബാങ്ക്സ് ഒക്കെ അവരുടെ ഫണ്ട്സ് അല്ലെങ്കിൽ അസറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ സക്സസ് അല്ലെങ്കിൽ ഗ്രോത്തിനൊക്കെ കാരണമാക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോ PB റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കിൻ്റെ സൈനാണ്. അതുപോലെ ലോ PB റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനി അവിടെ അസറ്റ്സിലേക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്ന നമ്മുടെ ചാനൽ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രോ മലയാളത്തിന് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ FB പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇനി നമുക്ക് ബാക്കി സ്റ്റോറി നമുക്ക് നോക്കാം. സോ ഈ ഒരു ലോവർ പ്രൈസ് ടു ബുക്ക് വാല്യൂഷനിലൂടെ ഈ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് സ്പ്രെഡ് 2008 ഫെയിലായ ലഹ്മാൻ ബ്രദേഴ്സിൻ്റെ ലെവലിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്താണ്, അതുപോലെ തന്നെ ഇതെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ വേൾഡ് ഇക്കോണമി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് പ്രൈസ് ഒക്കെ റെക്കോർഡ് ഹൈ ആണ് റീച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നിയർലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 40 രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഓൾ ടൈം ഹൈ ആണുള്ളത്. സപ്ലൈ ചെയിൻ ഡിസ്റപ്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് അതുപോലെ റഷ്യ തമ്മിലുള്ള ടെൻഷൻ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോബൽ മാക്രോ ഇക്കണോമിക് ഇഷ്യൂവിൻ്റെ ഇടയ്ക്ക് ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡോയേഷ് ബാങ്ക്, അതായത് യൂറോപ്പിലെ 2 ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഡിസ്ട്രസ്ഡ് വാല്യുവേഷൻ ആണ് ഉള്ളത് എന്നുള്ള ന്യൂസും വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് സ്വിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വർഷം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സ്വിസിന്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് $22.3 ബില്യൺ ആണ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ $10.4 ബില്യൺ ആണ്.
അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2022 59% മാർക്കറ്റ് ക്യാപ്പ് ഇറോഷനാണ് സംഭവിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ഡീഫാൾട്ട് സ്വാപ്പ് പ്രൈസ് ഹയസ്റ്റ് ലെവലാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. അതായത് 2008 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ക്രെഡിറ്റ് ഡീഫാൾട്ട് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. അതായത് ബോറോവേഴ്സിനുള്ള പേയ്മെൻറ്റ് ഡിഫാൾട്ടിൽ നിന്ന് ഒരു പാർട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് കവർ വാങ്ങുന്ന പാർട്ടീനെ ഒരു റെഗുലർ പ്രീമിയം പേ ചെയ്യും. ലൈക്ക് ഇപ്പം ഇൻഷുറൻസ് പോലെ അവർ പേ ചെയ്യും. അപ്പോൾ ഈ ക്രെഡിറ്റ് ഡീഫാൾട്ട് സ്വാപ്പ് ഇൻക്രീസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡീഫാൾട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ്. അപ്പം എക്സ്പേർട്സ് വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്വിസിൻ്റെ ക്രെഡിറ്റ് ഡീഫാൾട്ട് സ്വാപ്പ് കോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെക്കുലേഷനും ഇവിടെ ഒരു റോളുണ്ട്. പക്ഷേ അത് നമ്മുടെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിൽ നമുക്കത് കാണാം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബാങ്കിന് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത്? അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ക്രെഡിറ്റ് സ്വിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ 2 ലാർജസ്റ്റ് ബാങ്കിൽ ഒന്നാണ്. സോ അവരുടെ കസ്റ്റമേഴ്സിന് അവർ ട്രഡീഷണൽ പ്രൊഡക്ട്സ് അതുപോലത്തെ സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഗ്ലോബലി ഈ ബാങ്ക്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റീസിലാണ് അറിയപ്പെടുന്നത്. ലൈക്ക് ഇപ്പോൾ ട്രേഡിംഗ്, മെർജർ ആൻഡ് അക്വിസിഷൻ ഡീൽസ്, ബോൺസ്, സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ വെൽത്ത് മാനേജ്മെൻറ്റ് ഓപ്പറേഷനിലൊക്കെ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്സിന് ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ തന്നെയാണ്. അപ്പോൾ 2021 2 ബാക്ക് ടു ബാക്ക് സ്കാൻഡൽസ്. അപ്പോൾ സ്കാൻഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പബ്ലിക്കിനെ ബാധിക്കുന്ന ലീഗലി റോങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് കാരണം ഇവർക്ക് ക്രെഡിറ്റ് സ്വിസ് ബാങ്കിന് $15 ബില്യൺ ലോസാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് മാത്രമല്ല, ബാങ്കിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ലൂപ്പ് ഹോൾസിലേക്കും ഇവർ എക്സ്പോസ്ഡ് ആവും കൂടി ചെയ്തു. ഗ്രീൻസിൽ അതുപോലെ തന്നെ ആർക്കിഗോസ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സ്കാൻഡൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു എന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഡോയ്ഷെ ബാങ്കിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 2015 ജർമ്മൻ ബേസ്ഡ് ഡോയ്ഷെ ബാങ്ക് ഹ്യൂജ് റവന്യൂ ലോസാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനോട് റീസ്ട്രക്ചറിങ് പ്ലാൻസ് അനൗൺസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ അവർ സസ്പെൻഡഡ് ഡിവിഡൻസ് അതുപോലെ ഒരുപാട് ജോലികളൊക്കെ വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് 2016 US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഡോയ്ഷെ ബാങ്കിനെതിരെ $14 മില്യൺ ഫൈൻ ചെയ്തു 2008 ഫിനാൻഷ്യൽ ക്രൈസിന്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് ആശ്ചര്യമായിരുന്നു, അതായത് ഇത്രയും വലിയൊരു ഫൈൻ ഇവർക്ക് പേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിനുശേഷം അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് അതുപോലത്തെ സ്റ്റോക്ക് മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് നിലച്ചായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോയ്ഷെ ബാങ്കിൻ്റെ ഷെയർ അതുപോലെ തന്നെ വാല്യൂഷൻ ഒക്കെ അണ്ടർ പെർഫോമിംഗ് ആണ്, അതുപോലെ തന്നെ സ്റ്റിൽ ട്രബിളിലാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ ഇപ്പോഴത്തെ കറണ്ട് മാക്രോ ഇക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ കാരണം ഫെർദർ അഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ വിസിബിൾ ഇമ്പാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോകം മൊത്തം നമ്മളിപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇൻഫ്ലേഷൻ കൂടുന്നതും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതൊക്കെ ബാങ്കിൻ്റെ ബിസിനസ്സിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ US സെൻട്രൽ ബാങ്ക് ദ ഫെഡറൽ റിസർവ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ US ഫെഡ് മാത്രമല്ല, ഗ്ലോബൽ സബ് സെൻട്രൽ ബാങ്ക്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഫാള് അതുപോലെ തന്നെ ബോണ്ട് മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് ഇൻഫ്ലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഗ്രോത്തിൽ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പം എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ റിസഷനുള്ള ചാൻസ് നല്ല രീതിയിൽ കൂടും. ബേസിക്കലി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ബോണ്ട് ഇൻവെസ്റ്റേഴ്സ് ബോണ്ട് മുന്നത്തേക്കാളും നല്ലൊരു ഈൽഡിൽ കിട്ടും. സോ പഴയ ബോണ്ട്സിനൊക്കെ ലോ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡൊക്കെ കുറയും, അതുപോലെ തന്നെ അത് ലെസ് അട്രാക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോണ്ട്സ് ഒക്കെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ബോണ്ട് മാർക്കറ്റിൽ ഒരുപാട് ബാധ്യതയുണ്ട്. ഇനി ബോണ്ട് ഈൽഡ് മനസ്സിലാക്കണമെങ്കിൽ ബോണ്ടിൻ്റെ ആനുവൽ റേറ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് ഇഷ്യൂവേഴ്സ് കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് എന്ന് ആണ് അറിയപ്പെടുന്നത്. അതായത് ബേസിക്കലി ഒരു ബോണ്ട് ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ പെർസെൻറ്റേജ് ടേംസിൽ പറയുന്നതിനാണ് ഇതിന് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, അതായത് ബോണ്ട് ഈൽഡും ബോണ്ട് പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോണ്ട് ഈൽഡ് കൂടും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ഇഷ്യൂ ചെയ്ത ബോണ്ടിൻ്റെയൊക്കെ പ്രൈസ് കൂടും. സോ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് കുറയുവാണ്, വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുണ്ട്, ബാങ്ക്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ കോസ്റ്റ് ഓഫ് ബോറോയിങ്സും കൂടുവാണ്. ഇതൊന്നും കൂടാതെ UK ഫിനാൻസ് മിനിസ്റ്റർ ടാക്സ് കട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണ്ട്സ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ബോണ്ട് പ്രൈസിൽ ഓൺഗോയിങ് വോളറ്റിലിറ്റി കാരണം ബോണ്ടിന് അവർക്ക് ഇനഫ് ബയേഴ്സ് ഇല്ല. പിന്നെ നെഗറ്റീവ് ന്യൂസ് ഒക്കെ കാരണം UK ബോണ്ട് മാർക്കറ്റ് ഫെർദർ ക്രാഷ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം UK അതുപോലത്തെ യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പം ഇതിൽ വരുന്നതാണ് UK പെൻഷൻ ഫണ്ട്. അപ്പം ഈ ഒരു പെൻഷൻ ഫണ്ട് സ്പോയിൽ ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് UK ബോണ്ട്സ് ഗവൺമെൻറ് ബോണ്ട്സ് വാങ്ങാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബോണ്ട് മാർക്കറ്റിൽ ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് പാനിക്കാണ്. അതായത് ഇപ്പോൾ പെൻഷൻ ഫണ്ട് പോലും സേഫ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് സേഫ് ആയിരിക്കുമോ?
അപ്പോൾ ഈ ഒരു സിറ്റുവേഷന് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡൊഷെ ബാങ്കിൻ്റെയൊക്കെ ബാങ്ക്രപ്സിനെ പറ്റിയിട്ട്. ഇനി ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡൊഷെ ബാങ്ക് അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഇനി എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അതായത് ഇക്കണോമിക് സ്ലോ ഡൗൺ ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡൊഷെ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയിൽ ഒരുപാട് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഓൾറെഡി മെൻഷൻ ചെയ്ത പൊസിഷൻ ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബാങ്കും സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ആണ്. സോ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബാങ്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് നാഷണൽ ഇക്കണോമിക്സിലും ആ ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലും അത് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മെസ്സിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി രണ്ട് ബാങ്ക്സും സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. സോ ബാങ്ക്രപ്സി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് സ്വിസ് October 27 സ്ട്രാറ്റജിക് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബ്ലാക്ക് ഷിപ്പ് ദ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഡിവിഷൻ സ്പിൻ ഓഫ് ചെയ്യാനുള്ള പ്ലാനും അനൗൺസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്പിൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് കമ്പനി സെല്ല് ചെയ്തിട്ട് ന്യൂ ഇൻഡിപെൻഡന്റ് കമ്പനി ഫോം ചെയ്യും. അപ്പോൾ അനലിസ്റ്റ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്വിസിൻ്റെ റീസെൻറ്റ് ഏർണിംഗ്സ് ഒന്നും കോൺഫിഡൻറ്റ് ഡ്രിവൻ അല്ല. അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫോമൻസ് ഗൈഡ്ലൈൻസ് അതുപോലെ തന്നെ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ഔട്ട്ലുക്കൊക്കെ കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും അവരുടെ പെർഫോമൻസ് അവർ എക്സ്പെക്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സ്വിസ് ആർക്കിഗോസ് അതുപോലെ തന്നെ ഗ്രീൻ ഹിൽസിന് വേണ്ടി ഫിനാൻഷ്യൽ ലോസ് അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ ലോസ് സഫർ ചെയ്തിട്ടുണ്ട്. സൺഡേ ബാങ്ക് മാനേജ്മെൻറ്റ് സ്ട്രോങ് അഷുറൻസ് തന്നിട്ടും മൺഡേ ഏർലി മോർണിംഗ് ട്രേഡിൽ ബാങ്കിൻ്റെ ഷെയർ 10% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ഡ്യൂ ടു സ്പെക്കുലേഷൻ. അപ്പോൾ ട്രേഡിംഗ് വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം ഷെയർ 9% റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സ്വിസിൻ്റെ CEO അൾറിച്ച് കോർണർ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് അതുപോലെ തന്നെ ബ്രൈറ്റ് ഫ്യൂച്ചർ റീഅഷ്വറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബട്ട് ലോകത്തിൻ്റെ കണ്ണിപ്പോൾ October 27, 2022 അവർ റിലീസ് ചെയ്ത ക്രെഡിറ്റ് സ്വിസിൻ്റെ റീസ്ട്രക്ചറിങ് പ്ലാനിലാണ്. അതുവരെ സിഒയുടെ ഇൻഫോർമേഷൻ അതുപോലത്തെ സ്പെക്കുലേഷൻ തമ്മിലുള്ള ബാറ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഇനി ഡോയ്ഷെ ബാങ്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എത്രയൊക്കെ ഫെയിൽഡ് അറ്റംപ്റ്റിന് ശേഷവും ഇപ്പോഴത്തെ കറണ്ട് CEO മിസ്റ്റർ ക്രിസ്ത്യൻ ഷേ ഡോയ്ഷെ ബാങ്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് മാനേജ്മെന്റ് ടീം ടിപ്പിക്കലി ജർമ്മൻ എഫിഷ്യൻസിയിലൂടെ അവർ കോസ്റ്റ് കട്ടിംഗ് പ്രോഗ്രാം ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോയ്ഷെ ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആം സ്റ്റഡി ആയിട്ടാണ് വളരുന്നത്. അറ്റ് ദ സെയിം ടൈം അവരൊരു ട്രേഡിംഗ് ബിസിനസ്സിൽ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പല റിസ്ക്കും സൈഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സ്വിസിനെ പോലെയല്ല അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോയ്ഷെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈവൻ ഇപ്പോഴത്തെ ഒരു അൺസർട്ടൺ അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ഇക്കണോമിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ വരെ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് റിസ്ക് പ്രൊഫൈലൊക്കെ കൺസർവേറ്റീവ് ആണ്. സോ ഡീപ്പ് റിസഷൻ ഇവനിൽ പോലും അത് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അത് ജർമ്മൻ മോർട്ട്ഗേജിൽ ബാങ്ക് ലോൺ ബുക്കിൻ്റെ ഒരു ലാർജസ്റ്റ് സെഗ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോയ്ഷെ ബാങ്ക് റിലേറ്റീവ് നല്ലൊരു ഷേപ്പിലാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ലോ റിസ്ക് ബിസിനസ് മോഡൽ യൂസ് ചെയ്തിട്ട് അവർക്ക് പൊട്ടൻഷ്യൽ റിസ്ക് അവർക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ബട്ട് ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്വിസിൽ നോക്കുകയാണെങ്കിൽ അത് ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ UK ഗവൺമെൻറ് ടാക്സ് പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ പലരും ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡോയ്ഷെ ബാങ്കിൻ്റെ ഇഷ്യൂസ് 2008 ലെഹ്മാൻ ക്രൈസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലുള്ളൊരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ഫെയിൽ ആയാൽ ഗ്ലോബൽ റിസഷൻ അത് കാരണമാക്കുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യും അതിലൊരു സെർട്ടനിറ്റി ഇല്ല. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസ് 2.0 എന്തായാലും ഇന്ത്യയിലും വരും. അപ്പോൾ ഫണ്ട് മാനേജേഴ്സ് ഇന്ത്യൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ വരാൻ പോകുന്ന വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളറ്റൈൽ മാക്രോ എക്കണോമിക് കണ്ടീഷന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ ഒക്കെ മാർക്കറ്റിലേക്ക് കുറയ്ക്കും. അതായത് ഡ്രൈ ആയിരിക്കും. പക്ഷേ മാർക്കറ്റിലെ എക്സ്പെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2008 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ബാങ്ക്സ് ഒക്കെ ഒരു ഫിനാൻഷ്യലി ഹെൽത്തി പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. സോ ഈ ഫണ്ട് മാനേജേഴ്സിൻ്റെ വ്യൂസ് എല്ലാം വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡോയ്ഷെ ബാങ്കിൻ്റെ കേസ് സീരിയസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ ഒരു ഫുൾ ബ്ലോവൺ ക്രൈസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഹിസ്റ്ററി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പം ഇത് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പറയുന്നത്. അപ്പോൾ UK അതുപോലെ തന്നെ യൂറോപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ RBI ഗവർണർ ശക്തിദാസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലോബൽ ഇക്കോണമി ഈസ് ഇൻ ദ ഐ ഓഫ് ന്യൂ സ്റ്റോം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ശക്തിദാസ് പറയുന്നത് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ എല്ലാ നെഗറ്റീവ് ഇഫക്ട്സും പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് RBI എടുക്കുന്നുണ്ട് എന്നാണ്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ക്രെഡിറ്റ് സ്വിസ് അതുപോലെ തന്നെ ഡോയ്ഷെ ബാങ്കിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഇൻ ഡെപ്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റേജിൽ ലെഹ്മാൻ ബ്രദേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺ കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയിട്ടേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ടു ബിഗ് ടു ഫെയിൽ എന്നിവരുടെ ടാഗ് ഇവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ബൈ ടൈം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ വീണ്ടും റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.